ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ, അച്ഛനെ പായല് കാണുന്നില്ല, വിളിച്ചിട്ടും കേൾക്കണില്ല. അച്ഛാ അച്ഛാ, അച്ഛനെന്താ ഉറങ്ങാത്തെ? എന്താ അച്ഛാ ഈ നട്ടപ്പാതിരക്ക് മുറ്റത്ത് വന്നിക്കണേ? അച്ഛൻ എന്തേ പറ്റിയേ? ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുക, ആകെ ഒരു വല്ലായികയുണ്ട്. നിനക്കറിയില്ലേ, ഉച്ചാളിക്കാവിൽ അമ്പലത്തിൽ ഉത്സവത്തിന് നാളെ കൊടിയേറില്ലേ? അതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമല്ല അച്ഛാ. ഇക്കുണ്ട് വിഷമം, പുറത്തിറങ്ങാൻ പറ്റൂല, പിന്നെ എങ്ങനെ ഉത്സവം നടത്താനാ? ആ ഉത്സവത്തിന് കെട്ടിയാടാൻ നമ്മളെ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ദേവി കോപിക്കുന്ന പണ്ടേയുള്ള വിശ്വാസം. നിങ്ങൾക്കറിയോ കുട്ടികളെ, എന്റെ 13-ാം വയസ്സിൽ കെട്ടിയാടാൻ തുടങ്ങിയതാ ഞാൻ അവിടെ. അച്ഛൻ അപ്പൂപ്പന്മാരും മൺമറിഞ്ഞു പോയിട്ടും ഞാൻ അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ലേ ഈ കാലം വരെ. നാളെപ്പോ ആ ഉത്സവം നടക്കണില്ല എന്ന് കേൾക്കുമ്പോ നെഞ്ച് പിടയ്ക്കാണ് എന്റെ മക്കളെ. വന്നേ അച്ഛൻ, വന്ന് കിടന്നേ. അച്ഛൻ ഇങ്ങോട്ട് പോരി, ഇവിടെ ഇരിക്കണ്ട. എനിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. നീലത്തിലെ 30 വെള്ളിയാഴ്ച ഞാൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ദേവിക്ക് തൃപ്തിയാവൂല. അപ്പോ ഞാനും എന്റെ കാളിക്കോലും മരിച്ചു മണ്ണടഞ്ഞെന്ന് കൂട്ടിയാൽ മതി. ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക്. നല്ല കാര്യായി. അച്ഛൻ എണീറ്റേ? ഇതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചെന്നാലേ അച്ഛനെ പോലീസ് വിളിച്ചോണ്ടോ. മനുഷ്യന്മാരൊഴുന്ന് കാട്ടിക്കൂട്ടുന്നതിന് ദേവിയുടെ പരീക്ഷണം അതൊക്കെ. അച്ഛൻ വന്ന് കിടക്കാൻ നോക്കും. എന്തു പറ്റി ഭഗവതി? ഇക്കൊല്ലം കരിങ്കോയിന്റെ ചോരി റാക്കും നിന്റെ കരിങ്കാളിക്കോലം വേണ്ടാന്ന് വെച്ചോ? എനിക്കത് പറ്റൂല. മരിക്കുന്നത് വരെ ഞാനിവിടെ വരും. പറ്റച്ച ഒന്ന് കെട്ടിയാളെ തന്നെയാ തീരുമാനം. പണ്ട് ഇവിടെ കുരുപ്പ് പൊന്തിയപ്പോ ഉത്സവം നടത്തി ദാഹം തീർത്ത് കുരുപ്പിനെ പമ്പ കടത്തിച്ച ആളല്ലേ ഇതൊക്കെ. ഇവിടത്തേക്കായി കെട്ടിയ കാളിമുടിയാ ഇതൊക്കെ. ഇനി എന്താണെന്ന് കെട്ടിയാടാൻ പറ്റുക? എന്താ കാര്യം? അയ്യോ, ഇത് നമ്മുടെ കണ്ണൻ മൂപ്പനല്ലേ? മൂപ്പ, എന്താ ഈ നേരത്തെ ഇവിടെ ഒറ്റയ്ക്ക്? ഉത്സവങ്ങളല്ലേ, കഥകൾ കടച്ച് ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റുമോ? മൂപ്പരെ, ഇവിടെ ഉത്സവമല്ല നിങ്ങളെ അറിയിച്ചില്ലേ? ഇവിടെ ഇങ്ങനെ ആർക്കും വന്ന് തൊഴാനൊന്നും പറ്റില്ല. പോലീസ് ഇവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നിങ്ങൾ വേറെ പോയിക്കോളി. എന്താ മൂപ്പര് കഥ? മണ്ഡലം മഴക 4 ദിക്കു തമ്പ്രാൻ കൊടിയോടും ഞങ്ങളൊരു ഗുരുനാഥന്മാരിൽ എത്തുന്ന മുത്തിമാരെ കാത്തുകൊണ്ട് തലക്കെട്ടാൻ പൊട്ടിക്കും ആരുടെ സ്ഥലമില്ല. കണ്ണൻ മൂപ്പനാര് എന്ന പച്ചയായ കലാകാരൻ നടക്കുകയാണ്. ഓരോ ചുവടിലും ഭഗവതിക്കായി കരിങ്കാളിക്കോലത്തിന്റെ സമർപ്പണമുണ്ട്. നെഞ്ചിൽ മേളപ്പെരുക്കത്തിന്റെ നിലക്കാത്ത നാദമുണ്ട്. മരംകൊട്ടിന്റെ താളമുണ്ട്. മനസ്സിൽ കൊടിയേറിയ ഭഗവതിയുടെ ഉത്സവത്തിന് കെട്ടിയാട്ടവും ആളും ആരവവും ആർപ്പുവിളികളുമുണ്ട്. തട്ടും തട്ടകവും കൈവിട്ടുപോയ കലാകാരന്മാർക്ക് ആത്മപ്രണാമം.